കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്കുള്ള CPM പ്രതിഷേധ മാർച്ച് തുടങ്ങി. കൊടകര കുഴൽപ്പണക്കേസിൽ BJP നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിലാണ് പ്രതിഷേധം. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. അവിടുത്തെ ഭരണകൂടത്തെ തകർക്കാൻ സന്ദർഭങ്ങളിൽ BJP ലഭിച്ച ഇലക്ട്രൽ ബോണ്ടുകളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ കേരളത്തിൽ കൊണ്ടുവന്നും ചെയ്ത കഥ നമ്മൾക്കറിയാം. കേരളത്തിലെ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കേസെടുത്ത് കുറ്റപത്രം കൊടുത്തതിന് ശേഷം EDക്ക് കിട്ടിയ കേരളത്തിനകത്ത് നടത്തുന്ന EDയുടെ പ്രവർത്തനത്തിനെതിരായി ഈ അഴിമതി വളരെ ഇപ്പൊ ഇന്ന് പേപ്പറിൽ വായിച്ച രാവിലെ ഈ കുഴൽപ്പണക്കാര് പൈസ കൊണ്ടെന്നാൽ അവരെ പിടിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുള്ളൂ. മനസ്സിലായത്? മറ്റേ കാറിന്ന് പിടിച്ചു 2,80,00,000, കാറിന്ന് പിടിച്ചു 3,80,00,000, കാറിന്ന് ഇങ്ങനെ പിടിക്കുന്നതാണ്. പോലീസിന്റെ ഫോട്ടോ മറ്റേ ഇതൊക്കെ വെക്കും. മുഹ്സിന വിശദാംശങ്ങൾ നൽകും. മുഹ്സിന, EDക്കെതിരെ തെരുവിൽ തുറന്ന പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് CPM. ഇപ്പോഴും തുടരുകയാണോ പരിപാടി? എത്ര കണ്ട് പ്രവർത്തക പങ്കാളിത്തമുണ്ട്? വിശദാംശങ്ങൾ എന്താണ്? എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘത്തിന്റെ പ്രതിഷേധ പരിപാടിയിൽ ഇപ്പോൾ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ വിമർശനം പരിപാടിക്കെതിരെ അദ്ദേഹം മുൻവെക്കുന്നത്. അതായത് സംഘപരിവാറിന്റെ 35-ാം സംഘടനയാണ് ED എന്ന കുറ്റപ്പെടുത്തൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. രീതിയിൽ തന്നെ CPM പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൊടകര കേസുമായി ബന്ധപ്പെട്ട് BJP പങ്ക് വ്യക്തമാണ് എന്നും പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തി കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പോയ ജയിൽ BJPക്ക് പങ്കില്ല എന്ന രീതിയിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നൽകുന്നത് അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ്. അതായത് കൊടകര കൊലപാതക കേസിൽ തുടരന്വേഷണം മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒരേ സമയം തെരഞ്ഞെടുക്കുകയും മറുവശത്ത് CPMനെതിരായി മുറുക്കുകയും ചെയ്തൊരു നിലപാടാണ് EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അറിവും CPM വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി മുഹ്സിന.